ഇന്നേ ദിവസം ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട തങ്കച്ചൻ ചേട്ടൻ്റെയും ലൂസി ചേച്ചിയുടെയും വീട്ടിലാണ്. തിരുവനന്തപുരം ലൂർദുമാത കെയറിൽ 5 മാസത്തിലേറെ തൻ്റെ പ്രിയപ്പെട്ട മകനെ പരിചരിക്കാൻ ഈ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അമ്മയും അപ്പനും മകനും, പ്രത്യേകിച്ച് അമ്മയും മകനും ഏറെ കാലം അവിടെ ഉണ്ടായിരുന്നു. ആ മകനെക്കുറിച്ചും അതിൻ്റെ തുടർ വിശേഷങ്ങളെക്കുറിച്ചും നമുക്കിപ്പോൾ ഈ കുടുംബാംഗങ്ങളോട് തന്നെ ചോദിച്ചറിയാനായിട്ട് പരിശ്രമിക്കാം. ലൂസി ചേച്ചി എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിൻ്റെ പ്രധാന കാരണം ലൂസി ചേച്ചിക്ക് ഒരു മകനാണുള്ളത്, അല്ലേ? ഈ ഒരു മകനെ, ആ മകൻ്റെ പേരെന്താണ്? ലിബിൻ. ലിബിനെ ഞാൻ മറക്കില്ല പല കാരണങ്ങളാൽ. ലിബിന് ഏകദേശം 7 അടി പൊക്കമുള്ള ആളായിരുന്നു. എനിക്ക് പ്രായം എത്രയായിരുന്നു? 25 വയസ്സായിരുന്നു. ലിബിൻ 5 മാസത്തോളം നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള കട്ടിലിൽ ലിബിന് മുഴുവൻ നീളത്തിൽ കിടക്കാൻ സാധിക്കുമായിരുന്നില്ല. അത്രയും നീളമുള്ള, ആരോഗ്യമുള്ള, മിടുക്കനായ ചെറുക്കനായിരുന്നു ലിബിൻ. ലിബിൻ മരണമടഞ്ഞു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ലിബിൻ മടങ്ങിപ്പോയി. പ്രിയപ്പെട്ട തങ്കച്ചായനും ചേച്ചിക്കുമുള്ള ഏക പുത്രനായിരുന്നു ലിബിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ആദ്യജാതനെ മോറിയ മലയിൽ വെച്ച് ബലി കഴിക്കാൻ അബ്രാഹാം പോകുന്നൊരു ചിത്രമുണ്ട്. ആ ഒരു അവസ്ഥയുമായി ഏറെ സാധർമ്യം ഈ വീടിനുള്ളതുപോലെ തോന്നും. തനിക്കേറെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കിട്ടിയ മകനെ ദൈവം ചോദിച്ച് ദൈവം എടുത്തുകൊണ്ട് പോവുക. ആ സഹനത്തിന് നാളുകളെ ഒന്ന് ഓർത്തെടുക്കാമോ? 2022 ഏപ്രിൽ ഒരു 10-ാം തീയതി 15-ാം തീയതിയോട് കൂടിയാണ് ഇവൻ പറയുന്നത്. ഇവൻ ഇത് എറണാകുളത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ITA മേഖലയുടെ ഇതായിരുന്നു. പക്ഷെ അവൻ ആഴ്ച തോറും ശനിയാഴ്ച വൈകിട്ട് ചിലപ്പം ഇവിടെ എറണാകുളം വരുവാണെങ്കിൽ ഇവിടെ വരും. ഇങ്ങനെ കേരളം മൊത്തം പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് കൂടുതലും അവൻ എറണാകുളത്താണ് തങ്ങുന്നത്. പിന്നെ ഇടയ്ക്ക് ഇവിടെ വീട്ടിൽ വരും. അന്നേരം ഭക്ഷണം കഴിക്കുന്ന ഞായറാഴ്ച മാത്രമേ ഉള്ളവർ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. പിന്നെ ബാക്കി മുഴുവൻ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിയാം. അന്നേരം ഇവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ ഞാൻ ചിക്കൻ കഴിച്ചപ്പോൾ എൻ്റെ നാക്കിന് കടി കൊണ്ടെന്ന് പറഞ്ഞു. നാക്കിന് കടി കൊണ്ടെന്ന് പറയുമ്പോൾ നമ്മളായാലും ഭക്ഷണം കഴിക്കുമ്പോൾ അറിയാതെ ചിലപ്പം കവളിട്ട് കടി കൊള്ളൂല്ലോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ അങ്ങ് മാറി. ഇവൻ അതും കൊണ്ടേ നടന്നങ്ങ് ഒരു 2 ആഴ്ചത്തോളം അങ്ങനെ ജോലിക്ക് വീണ്ടും അങ്ങ് പോകും. ഓരോ സ്ഥലം വഴിയെ അവർ പറയുന്ന സൈറ്റ് വഴിയൊക്കെ അവൻ പോവുക. പോയിട്ട് അവൻ അടുത്ത് അവിടെ ഒരു ആശുപത്രി, എറണാകുളം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ കാണിച്ചു വേദനയായിട്ട്. അന്നേരം അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഇവനിങ്ങനെ പറഞ്ഞ് കടി കൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേനും വേദനയുടെ ഒരു ഗുളികയും ഒരു ചെറിയൊരു ജെല്ല് പോലൊരു സാധനം കൊടുത്തു തൂക്കാൻ വേണ്ടി. നമ്മുടെ കയ്യെ എടുത്തിട്ട് തൂക്കാൻ പറഞ്ഞു. അത് തൂത്തിട്ട് കുറയാണ്ട് വീണ്ടും അവൻ 2 ട്യൂബ് മേടിച്ച് തൂത്ത് കഴിഞ്ഞിട്ട് ഇവൻ കോഴിക്കോട്ടിന് പോയി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ENT ഡോക്ടറെ കാണണം, നമ്മുടെ മെഡിക്കൽ കോളേജിൽ എന്നാ വരണ്ടേന്ന് വെച്ചാൽ. ഞാൻ പറയാം എന്ന് വേണേ നീ ഇന്ന് നമുക്ക് എന്ന് വേണേലും അവിടെ ഉണ്ടല്ലോ, ENT എല്ലാ ദിവസവും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവനിവിടെ 1-2 ആഴ്ച കഴിഞ്ഞപ്പം ഈ ഏപ്രിൽ അവസാന പകുതി കഴിഞ്ഞപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് അവൻ പറഞ്ഞു, ഞാനിവിടെ നമ്മുടെ കുറുപ്പന്തറ ഒരു ആരോഗ്യവകുപ്പ് ഇതുണ്ട്, അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടറിന് എന്താണെന്ന് ഇത് അവർക്ക് മനസ്സിലായില്ല, ഇതാണെന്ന് അറിയത്തില്ല. ഇവനിങ്ങനെ പറയേണ്ട അതിൻ്റെ ഉള്ള ഗുളികയും മരുന്നും കൊടുത്ത്. ആ സമയത്ത് പുതിയ ലക്ഷണങ്ങളെല്ലാം തുടങ്ങിയോ? ലക്ഷണങ്ങളൊന്നുമില്ല. ഇവൻ്റെ ഈ നാക്കിൻ്റെ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു കറുത്ത പൊട്ട് പോലെ, ഒരു ചെറിയ പൊട്ട് പോലെ ഈ ലെഫ്റ്റ് സൈഡിൽ അവരെന്നെ കാണിച്ചു, ഒരു ചെറിയൊരു പൊട്ട് പോലെ. എന്നിട്ട് ഡോക്ടർ ചോദിച്ചത് എന്നാടാ ലിബിനെ പറ്റിയെന്ന് വെച്ചാൽ അവൻ പറഞ്ഞു, സാറേ എനിക്ക് ഞാൻ ചിക്കൻ കഴിച്ച് കടി കൊണ്ടതാന്ന് പറയും. ഇവിടുത്തെ ഈ കുറുപ്പന്തറയിലെ ആരോഗ്യത്തിലെ ഡോക്ടറും ഈ വേദനയ്ക്കുള്ള ഗുളികയും ഒരു ഓയിൽമെൻറ്റുമാണ് കൊടുത്തത്. അതുമായിട്ട് അവൻ വീണ്ടും എറണാകുളം പോയി. ഈ പറയുന്ന സ്ഥലം കൂടുതലും തിരുവനന്തപുരം, കൊട്ടാരക്കര ഒക്കെയാണ് ജോലി കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അവന് വേദന സഹിക്കാൻ പാടില്ലാണ്ട് അവൻ ഇവിടെ തന്നെ തിരിച്ചു വന്നു. ഞാനിവനെ വിളിക്കുന്നുണ്ടോ, പാടാ നമുക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടേ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നീണ്ടങ്ങ് പോകുന്നു. അവൻ്റെ നല്ല വേദനയായപ്പോഴത്തേനും ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ചെറിയൊരു തടിപ്പ് വന്നു. ചിരിങ്ങടെ അവിടെ തടിപ്പ് വന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ തട്ടുന്ന വേദനയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇവിടെ വന്ന് ഏപ്രിൽ മാസം 2022 ഏപ്രിൽ മാസം നമ്മുടെ പെസഹായ്ക്ക് തൊട്ട്
തൊട്ടും ഒരു 2-3 ദിവസം മുമ്പ് ഞാനും ലിബിനും കൂടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നു. ചീട്ടെടുത്ത് കഴിയുമ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ ലിബിനെ പറ്റിയെന്ന് ചോദിച്ചപ്പം ലിബിൻ പറഞ്ഞു എങ്ങനെ ഞാൻ കോഴിയിറച്ചി കൂട്ടിയപ്പം കടി കൊണ്ട്. അന്നേരം പല്ലിന് കടിയല്ല, അന്നേരം പിന്നെ പല്ലിൻ്റെ ഡോക്ടർക്കാണ് ചീട്ട് തന്നെ. പല്ലിൻ്റെ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി. അന്നേരം അവിടെ വെച്ച് 1/2 മണിക്കൂറിൻ്റെ ടെസ്റ്റും പിന്നെ 1 മണിക്കൂറത്തെ ടെസ്റ്റും 1.5 ദിവസത്തെ ടെസ്റ്റിനും കുറിച്ചിട്ട് ആ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടും കുഴപ്പമില്ല. പിന്നെ വേദനയ്ക്കുള്ള ഗുളികയൊക്കെ തന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഒരാഴ്ച ഞാനും ഇവനും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേദനയ്ക്ക് കുറവൊന്നുമില്ല, ഇച്ചിരി കൂടെ തടിച്ചിങ്ങനെ നിൽക്കുക, ശകലം കൂടെ തടിപ്പ് ഉണ്ട്. അന്നേരം ഈ ഡോക്ടർമാരെല്ലാം മെയിൻ ഡോക്ടർമാരെല്ലാവരും ഉണ്ട്. അന്നേരം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഇത് ഒന്ന് കീറണം എന്ന് പറഞ്ഞു. പിന്നെ കയറ്റി കീറി മരപ്പിച്ച് കീറി അതുകൊണ്ട് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പത്തോളജി തന്നു വിട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ബയോപ്സിക്ക്. അന്നേരം അവിടെ ചെന്നപ്പം കുറേ പറഞ്ഞു 13 ദിവസം അല്ലെങ്കിൽ 12 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വന്നേന്ന് പറഞ്ഞു. ഞങ്ങൾ 12 വന്നു കഴിഞ്ഞ് 12 ദിവസം കഴിയണ്ട 13ാമത്തെ ദിവസം ഞാനും ലിബിനും കൂടെ ഒപ്പി ചെന്നപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ അവിടെ റിസൾട്ട് അവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അറ്റൻഡർ എഴുതാനിരുന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞ് ചേച്ചി എന്നൊരു കോപ്പി എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. താഴെ പോയി ഒരു കോപ്പി എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് താഴെ ചെന്നൊരു കോപ്പി എടുത്തപ്പോൾ എനിക്ക് ഒറിജിനൽ എൻ്റെ തന്നു ഒരു കോപ്പി അവരോടെ മേടിച്ച്. അന്നേരം അവർ പറഞ്ഞു ഇങ്ങനെ പലരും മേടിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും 2ാമത് വരുന്നുണ്ടെന്നും പറഞ്ഞാൽ ഞങ്ങൾ കോപ്പി എടുപ്പിച്ച് വെച്ചേന്ന് പറഞ്ഞു. അന്നേരം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവനെ വിളിച്ച് ഇവനോട് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. മെയിൻ ഡോക്ടർമാരെല്ലാം പറഞ്ഞു. ഇവനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം ചോദിച്ചു ഇവൻ്റെ കൂടെ ആരാ വന്നത്, പപ്പയാണ് അമ്മയാണ്? ഞാൻ പറഞ്ഞ് അമ്മ വന്നെന്ന് പറഞ്ഞു. അന്നേരം അമ്മ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം എനിക്ക് അങ്ങോട്ട് വിഷമമായതുകൊണ്ട് ഇതിനൊക്കെ കരഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു കരയണ്ട അമ്മച്ചി കരയണ്ട, സാരയില്ല, നിങ്ങൾ ഇവിടെ പറ്റത്തില്ല, ഇവിടെ താമസം വരും, നിങ്ങൾ തിരുവനന്തപുരം RCC തന്നെ പോയി അവിടെ ആകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടും ഇങ്ങനെ തിരുവനന്തപുരം എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു 18 വയസ്സായപ്പോൾ നമ്മുടെ മാനട്ടമ്പള്ളിയിൽ നിന്ന് KCMIക്ക് ഒന്നും അവിടെ തിരുവനന്തപുരം ഒന്നും വന്നത്, പിന്നെ ഞാൻ തിരുവനന്തപുരം കണ്ടിട്ടില്ലല്ലോ. എനിക്കും അങ്ങോട്ട് ഭയങ്കര വിഷമമായി, സങ്കടം. അന്നേരം അവിടെ ഡോക്ടറൊക്കെ പറഞ്ഞു ചേച്ചി സാരയില്ല, കരയണ്ട, അതവിടെ ചെന്ന് സർജറിയൊക്കെ ചെയ്യുമ്പോൾ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് പുറത്തിറങ്ങി നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞു വീട്ടിൽ. എന്നിട്ട് നിങ്ങൾ പിന്നീട് RCCയിലെത്തി. പിന്നീട് RCCയിലെത്തി. ഏത് ഡോക്ടറിനെ കണ്ടെന്ന്? സെസൽ ഡോക്ടറിനെ വന്ന ഉടനെ തന്നെ അതിന്റെ സർജറിയിലേക്ക് പോയ ഉടനെ തന്നെ ബയോപ്സിയുടെ റിവ്യൂ ഒക്കെ എടുത്ത് കാണും വീണ്ടും അല്ലേ? എടുത്തില്ല, അന്നേരത്തേന് അധികം ദിവസം ആയില്ലല്ലോ. പിന്നെ പെറ്റ് സ്കാൻ ഒക്കെ ചെയ്തോ? ഡോക്ടർ അന്നേരം പറഞ്ഞ് മെഡിക്കൽ കോളേജ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പതോളജി ചെന്ന് പറഞ്ഞാൽ മതി, അതിന്റെ സ്ലൈഡ് തരാൻ പറഞ്ഞാൽ മതി എന്ന് പറയും. 13 ദിവസം ആയില്ലല്ലോ. അന്നേരം അവര് സ്ലൈഡിന് ഞാനും ഇവനും കൂടെ പോയി. അന്നേരത്തേന് അവര് പറഞ്ഞത് വൈകുന്നേരത്തെ കിട്ടത്തുള്ളെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച അവിടെ RCCയിൽ എത്ര നാൾ ചികിത്സ എടുത്തു? RCCയിൽ ഞങ്ങൾ 5 മാസം അവിടെ എടുത്തു. ആണല്ലേ? ആദ്യം എല്ലാം സുഖപ്പെട്ട് വന്നതല്ലേ? സുഖപ്പെട്ടെല്ലാം സുഖപ്പെട്ട് ഞങ്ങൾ ഫസ്റ്റ് വന്ന് OP വന്ന് ഡോക്ടർ കണ്ടപ്പോഴേ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ഡേറ്റ് തന്ന് പിന്നെ നിങ്ങൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേനും പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണം, CT സ്കാൻ ചെയ്യണം, എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 10 ദിവസം കഴിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഹീമോ ഫസ്റ്റ് എടുത്ത് 4 ഹീമോ എടുത്തു. ആദ്യം 4 ഹീമോ എടുത്ത്, ഹീമോ കഴിഞ്ഞ് ഇഞ്ചക്ഷനും ബ്ലഡ് ടെസ്റ്റും 2 ദിവസം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് 4 ഹീമോ ഇങ്ങോട്ട് എടുത്ത് അതിന്റെ ഇത് കഴിഞ്ഞതിന്റെ റിസൾട്ടും ബ്ലഡ് ടെസ്റ്റും. ഈ സമയത്തെല്ലാം അമ്മ തന്നെയല്ലേ കൂടെ ഉണ്ടായിരുന്നത്? ഞാൻ തന്നെയായിരുന്നു എല്ലാത്തിനും. എന്നെ വിളിച്ചോണ്ടിരുന്നത് ചാച്ചനെന്ന പപ്പായപ്പോ ഇവിടെയായിരുന്നോ? പപ്പ അന്നേരം ഇവിടെ. പപ്പായ്ക്ക് അന്നേരം അങ്ങനെ വെയിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റില്ല, പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ശരി. അപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ? പച്ചക്കറി അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. ആ പച്ചക്കറിയൊക്കെയാണോ ലൂർദ് മാതാ കയറി കൊണ്ടുവന്നിട്ടുള്ളത്? ഞാൻ ഇവരോട് പറഞ്ഞു ഓരോ പ്രാവശ്യവും ലിബിനെയും കൊണ്ട് വരുമ്പം കൂടെ അവിടെയുള്ള രോഗികൾക്ക് ഇവിടെ പപ്പായുടെ പച്ചക്കറിയും കൂടെ അവിടെ കൊണ്ടുവരും, അവിടെയുള്ള രോഗികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെക്കപ്പിന്, അതായത് സർജറി കഴിഞ്ഞു, കീമോ 6 കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് പിന്നെ കീമോ 2 കഴിഞ്ഞുള്ളൂ. അതിന് മുമ്പ് നടത്തിയില്ലായിരുന്നു? മുമ്പ് 8 നടത്തി. പിന്നെ 34 റേഡിയേഷൻ നടത്തി. അത് കഴിഞ്ഞ് ഇവന് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. അവിടെ ഞങ്ങൾ 5-6 ദിവസം പോയി 12 ഇഞ്ചക്ഷൻ എടുത്ത് 2 നേരവും പോയി. ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടായി, വായിക്കാത്ത ഇൻഫെക്ഷൻ ഉണ്ടായി. പിന്നെ ഇവിടെ ഉണങ്ങാൻ താമസം വന്നു. അതിന് കുറച്ച് ദിവസം റേഡിയേഷനാണ് ഞങ്ങൾ നീണ്ടുപോയത്. റേഡിയേഷൻ 34 റേഡിയേഷൻ എടുത്ത്. അത് എടുക്കാൻ ചെന്നപ്പോഴത്തേനും
ഈ ഹെൽമെറ്റ് പോലെ ഹെൽമെറ്റ് ഉണ്ടല്ലോ ഇവരുടെ തല വെക്കുന്നേ, അന്നേരം ചേരാ. മോന്റെ രോഗം ഇങ്ങനെ കുറച്ചും കൂടി ഗുരുതരമാകുന്ന കാര്യങ്ങൾ അവൻ അറിയാമായിരുന്നോ? അവനറിയായിരുന്നു, അവനൊന്നും മിണ്ടായിട്ടായിരുന്നു. അവനെല്ലാം ഇപ്പൊ മൊബൈലിലുണ്ടല്ലോ, എല്ലാം നോക്കിയാലും. അമ്മയായിട്ട് അതുമായി ബന്ധപ്പെട്ട് അമ്മയായിട്ടോ ചാച്ചനുമായിട്ടോ പപ്പയായിട്ടോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞാൻ പറയുമായിരുന്നോ? അതായത് ഈ രോഗം കഠിനമാകുന്നു അല്ലെ ഈ രോഗം കഠിനമാകുന്നു പറഞ്ഞ അവന് നല്ല ഇതുണ്ടായിരുന്നു, ഭേദമായില്ലോ എന്ന് ഓർത്ത്. പിന്നെ അത് കഴിഞ്ഞ് പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല പ്രതീക്ഷയായിരുന്നു. ഒരു 80-85% പ്രതീക്ഷയായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് അവൻ തന്നെ ഓട്ടോ ഓടിക്കുമായിരുന്നു. അത്യാവശ്യം മാൻമട്ടത്ത് പോയി ഇപ്പുറത്തെ അവൻ്റെ കൂട്ടുകാരൻ്റെ ഓട്ടോ എടുത്തുകൊണ്ട് പോകും, പിന്നെ പള്ളി സ്കൂട്ടിയെ പോവും, പിന്നെ അതിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ നല്ലൊരു പ്രതീക്ഷ. അവന്റെ മോന്റെ മരണ ദിവസം എന്നാണ്? 2023 മെയ് 29 2023 മെയ് 29 ലിബിന് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞത്. ഞങ്ങൾക്കെല്ലാം വളരെയേറെ വിഷമമുണ്ടായ ഒരു വാർത്തയായിരുന്നു അത്. ഞങ്ങൾ അന്ന് തിരുവനന്തപുരത്തു നിന്ന് മൃത സംസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നവരാണ്. അന്ന് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ പ്രദേശം മുഴുവനും ചെറുപ്പക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ചെറുപ്പക്കാരെ കൊണ്ടും ഈ ചുറ്റുപാടുള്ള ഈ കുടുംബാംഗങ്ങളൊക്കെ തമ്മിൽ ഒത്തിരിയേറെ നല്ല ബന്ധങ്ങളാണ്, നല്ല സ്നേഹബന്ധം, പരസ്പരം കൊടുക്കൽ വാങ്ങലും എല്ലാം ഉള്ള ഒരു നല്ല സ്നേഹബന്ധമുള്ളൊരു പ്രദേശമാണ് ഇവിടെ. അങ്ങനെ ആളുകളെ കൊണ്ടും പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കൊണ്ടും നിറഞ്ഞു കവിഞ്ഞിരുന്ന ഒരു മൃതസംസ്കാര ശുശ്രൂഷയായിരുന്നത്. മോനെ നല്ല കൂട്ടുകാർ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു. പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല, പള്ളിയുമായി ബന്ധപ്പെട്ടോ? പിന്നെ അല്ലാതെ പൊതുവായിട്ട് അവന് കൂട്ടുകാർ, അവന്റെ ജോലിക്കാര്, അല്ല അവൻ പഠിച്ച 10ാം ക്ലാസ്സിൽ പഠിച്ചു, +2 പൊതുവെ പ്രകൃതം എങ്ങനെയായിരുന്നു, പെരുമാറ്റം എങ്ങനെയായിരുന്നു? വെച്ചാൽ അവൻ ഒത്തിരി അധികം സംസാരിക്കുകയല്ല. നമ്മളൊന്നും മലക്കുന്നോട് അത്യാവശ്യം സംസാരിക്കും, കൂട്ടുകാരോടൊക്കെ സംസാരിക്കും, അല്ല ഇങ്ങനെ ഒത്തിരി ഒന്നും സംസാരിക്കുകയല്ല. അതാണ് അവന്റെ ഒരു സ്വഭാവ രീതി. വിവാഹം കഴിഞ്ഞിട്ട് എത്രാമത്തെ വർഷമാണ് ലിബിൻ ഉണ്ടായത്? ലിബിന് 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് അല്ലേ? അവന്റെ ജന്മദിനം എന്നാണ്? 1998 മാർച്ച് 11 മാർച്ച് 11 അവന് മരിച്ചതും മാർച്ചിലാണോ? മെയ്യില്. ജനനം മാർച്ച് 25 വയസ്സല്ലേ? 25 വയസ്സ് കഴിഞ്ഞ് 26 വയസ്സിലേക്ക്. അവന്റെ പ്രായക്കാരെല്ലാവരും ഉണ്ട് ചുറ്റുവട്ടം. ലൂർദ് മാതാ കെയറില് എങ്ങനെയുണ്ടായിരുന്നു? ലൂർദ് മാതാ കെയറിൽ എന്നാ എന്റെ ഒരു സ്വന്തം വീട് പോലെ, എൻ്റെ ഒരു സഹോദരന്മാര്, എൻ്റെ ഒരു സഹോദരിമാര് പോലെ, ചേച്ചിമാര് പോലെ, എൻ്റെ സ്വന്തം വീട്. ഞാൻ 6 മാസം താമസിച്ചതുള്ളതിൽ എൻ്റെ സ്വന്തം വീട് പോലെ. എനിക്ക് ഒന്നിനും ഒരു കുറവുകളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും നല്ല സപ്പോർട്ടും കെയറിങ് ചെയ്തു. അതാണ് ഏറ്റവും വലുത്. ലിബിൻ അവിടെ വേണ്ടത്ര ഒരു പിന്തുണയും സപ്പോർട്ടും ലഭിച്ചെന്ന് തോന്നുന്നുണ്ടോ? 100% ലിബിന് ലിബിന് നല്ല സപ്പോർട്ടല്ലായിരുന്നു. അതല്ലേ ഞങ്ങളുടെ ഒരു വിജയം വന്നേ. ഞങ്ങളെ സംബന്ധിച്ചും ലൂർദ് മാതാ കെയറിനെ സംബന്ധിച്ചും അവിടെയുള്ള ശുശ്രൂഷകളിലെ ഒരല്പനേരമെങ്കിലും, കാരണം മോനുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പരിചരണങ്ങൾ അമ്മയ്ക്ക് നൽകാനായിട്ടുണ്ട്. പക്ഷേ ഒരല്പനേരം ഇടവ് കിട്ടിയാൽ പോലും ഓടി വന്ന് മറ്റു രോഗികളെ സഹായിക്കാൻ, അവിടെയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ അങ്ങനൊന്നുമല്ല, അതിന് മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റൊരു രോഗിക്ക് ഒരു ആവശ്യം വന്നാൽ അവിടെയും ഇപ്പം കാണുന്ന ഇതേ പ്രസരിപ്പോടോട് തന്നെ സഹായിക്കുന്ന ഒരു സഹോദരി അമ്മയായിട്ട് ലൂസി ഞാൻ അവിടെ നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഞാനവിടെ വന്നപ്പോ എനിക്ക് എവിടെ എന്താന്ന് അറിയത്തില്ല. അവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ ഇവിടെ തെരേസമ്മ, കരുണാമ്മ, സിസിയമ്മ, പിന്നെ സിസ്റ്റേഴ്സ് എല്ലാം നല്ല ഒരു എൻ്റെ ഒരു ചേച്ചിയെ പോലെയല്ല ഞാൻ അന്നും ഇന്നും പറയുന്നത്. എൻ്റെ ഒരു ചേച്ചിയെ പോലെ, എൻ്റെ ഒരു അമ്മയെ പോലെയാ. കരുണാമ്മയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നേരത്തെ ചെറുപ്പം തൊട്ടേ തന്നെ അറിയാം. അതുപോലെ സിസിയമ്മ, അതെ സിസിയമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ മാൻമട്ടം മടം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞു കൂടിയതാ. ശനിയാഴ്ച ഞങ്ങൾ 8 പെണ്ണാച്ച, അതിൽ 8ാമത്തെ ആള് ഞാനാ. എന്റെ അമ്മ മരിച്ചിട്ട് എനിക്ക് 1 വയസ്സുള്ളപ്പോ എന്റെ അമ്മ മരിച്ചതാ. അതായത് എന്റെ മൂത്ത ചേച്ചിന് മാത്രമേ കെട്ടിച്ചിട്ടുള്ളൂ. പോയിട്ട് ഞങ്ങൾ 7 പേരുണ്ട്. വലിയ സാമ്പത്തികമൊന്നുമില്ല. സാമ്പത്തികം ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലമൊക്കെ വിറ്റ് കുറച്ച് അന്നത്തെ കാലത്ത് കൊടുക്കാവുന്ന രീതി അച്ചാച്ചൻ എല്ലാരെയും കെട്ടിച്ചു വിട്ടു. മഠത്തിൽ നിന്നൊക്കെയാണെങ്കിൽ അക്കാലത്ത് ഒരു സപ്പോർട്ട് മഠത്തിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ ആയാലും അച്ഛന്മാരുമായും പള്ളിയിൽ നിന്നാലും എല്ലാം മാൻമട്ടം മഠത്തിൽ നിന്നായിരുന്നു. ഇന്ന് വന്നു. ഇന്നിപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അന്ന് ഈ ലിബിന്റെ അവിടെ പരിചരണത്തിന്റെ സമയത്തും പിന്നീട് അവൻ മരണപ്പെടുമ്പോഴും ഇപ്പോഴും എല്ലാം തന്നെ ഒരു നിശബ്ദ സാന്നിധ്യമാണ് തങ്കച്ചാൻ.
പുള്ളി തങ്കച്ചാൻ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ ഒക്കെ അതിജീവിച്ചത് എങ്ങനെയാണ്? ഞാൻ 25 വർഷമായി നവീകരണ ധ്യാനത്തിന് സംബന്ധിക്കാനും അവിടെ വെച്ച് ഞാൻ തൃശ്ശൂർ അച്ഛന്മാരുടെ കൂടെയൊക്കെ കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ പോകുന്ന അപ്പോൾ ആ ഒരു അനുഭവം എന്നെ ഒത്തിരി നയിച്ചു. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ അവന് വേണ്ടി ഒരു ദിവസം പ്രാർത്ഥിച്ചെങ്കിൽ ആരോ എന്നോട് പറയുന്നു, ജോഷ്വായോട് ദൈവം പറഞ്ഞു, നീ ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അത് എന്നെ ഒത്തിരി ഫലവത്താക്കും. ഞാനൊരു ദിവസം അവരുടെ മാൻവട്ടം മടത്തി കിടന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ മുറിക്കകത്തൊരു മാതാവ് അവൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോഴത്തേക്കും മാതാവിനെ വേണമെന്ന് അങ്ങനെ ഈ മാതാവിനെ മേടിച്ച് പള്ളിയിൽ നിന്ന് വെഞ്ചരിപ്പിച്ച് പിന്നെ കൊടുത്തു. അവന്റെ ആഗ്രഹമായിരുന്നു മാതാവിനെ കയ്യിൽ പിടിച്ചുകൊണ്ട്. മാതാവിനെ അവിടുത്തെ സിസ്റ്റർമാരൊക്കെ പറയാൻ മാതാവ് എപ്പോഴും അവന് മാതാവിനായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഒരു ഫാർമസിയിലെ സിസ്റ്ററിന്റെ ഉടുപ്പിന്റെ അത്ര ചെറിയ മാതാവ് ഉണ്ടായിരുന്നു. ആ മാതാവിനെ അവന് കൊടുത്ത് അവന് കൊണ്ട് മേടിച്ച് എപ്പോഴും കയ്യിലുണ്ടായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ അന്നേരത്ത് വയ്യാതൊക്കെ ആവുന്നപ്പോൾ സംസാരിക്കുമ്പോൾ തിരിയാതെ വന്നു. എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇവൻ എന്നിട്ട് എല്ലാവരും പറഞ്ഞു ഇനിയിപ്പം തിരിഞ്ഞില്ലെങ്കിൽ ഒരു പേനയും പേപ്പറും കൂടെ കൊടുക്കുക. അവൻ അത്യാവശ്യം എഴുതി തരുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇവൻ എന്നിട്ട് വൃത്തി അക്ഷരത്തിൽ എഴുതി തന്ന് എനിക്കൊരു മാതാവിനെ മേടിച്ച് തന്നെന്ന് പറഞ്ഞു. ഞാനത് എൻ്റെ പപ്പായോട് പറഞ്ഞ് ഞങ്ങളിവിടെ കടയിൽ വന്നു ഒരു മാതാവിനെ 600 രൂപ കൊടുത്തൊരു മാതാവിനെ മേടിച്ചു. നമ്മുടെ വികാരിയച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി വെഞ്ചിരിച്ചു. മാതാവായിരുന്നു അവന്. ഒരു കുരിശുരൂപം ഒരു മാതാവുമായിരുന്നു അവൻ്റെ. അവൻ്റെ മാതാവ് കയ്യിലിരുന്ന പക്ഷെ വെച്ചാൽ മരണം എന്ന് പറഞ്ഞാൽ മരണം എല്ലാവർക്കും ഉണ്ട്. ഇവൻ മരിക്കുന്നതിന് തൊട്ട് നിമിഷം വരെ ലിവിൻ കിടക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, കിടക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് ആരെങ്കിലും അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് അവരെ തോളാനിങ്ങനെ തല വയ്ക്കും. എന്നിട്ട് വീണ്ടും കിടക്കും, ചാടി ഏക്കുമായിരുന്നു. സിസ്റ്റർമാർ വന്ന് പറഞ്ഞ് ലിവിനെ നീ ചാടി ഏക്കരുമോ, ചാടി ഏക്കരുന്നു. അവന് പ്രാർത്ഥന ഒരു ഭക്ഷണം കണക്ക് തന്നെ ആയിരുന്നു. കാരണം ഞാനവിടെ വരാന്തയിലാണ് കിടക്കുന്നു ആശുപത്രിയുടെ. അപ്പം പിള്ളേരെ വിട്ട് വിളിക്കും, പപ്പായെ വിളിക്കും, പ്രാർത്ഥിക്കാൻ പറയും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞാൻ ചോദിക്കും എന്തെങ്കിലും ഒരു ചെറിയ ആശ്വാസം ഉണ്ടെന്ന് പറയും. അങ്ങനെ ചിലപ്പം 2-3 നേരം പ്രാർത്ഥിക്കും. മരിക്കുന്നതിന് അവസാന ദിവസങ്ങളിൽ അവന് നല്ല വേദനയില്ലായിരുന്നു. മോർഫിനൊക്കെ കൊടുക്കുന്നുണ്ട്. അവനത് പ്രശ്നമല്ലായിരുന്നു. പ്രശ്നമില്ല. സഹനത്തിന്റെ ശക്തി ദൈവം കൊടുത്തു. കാരണം ഞങ്ങളിവിടെ ഇരുന്നപ്പോഴത്തേക്കും ഒത്തിരി പേരുണ്ട്, ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും കുരിശ് വരച്ചുകൊണ്ടിരിക്കുക ഇവിടെ. ഇപ്പം പെട്ടെന്ന് ഏങ്ങലടിച്ച് അങ്ങോട്ട് കരയാൻ തുടങ്ങി. അവൻ കരഞ്ഞിട്ടില്ല. അവനെ കൊച്ചിലെ എങ്ങാനും ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ കരഞ്ഞിട്ടേ ഉള്ളൂ, അല്ലാതെ അവൻ കരഞ്ഞിട്ടേ ഇല്ല. ഇത്രയും വലിയ സർജറി നടന്നിട്ട് പോലും അവൻ കരഞ്ഞിട്ടില്ല. അപ്പം അവൻ പെട്ടെന്ന് അങ്ങോട്ട് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു, എന്നതാണ് ഈ കരഞ്ഞ് എന്തിനാ, നിനക്ക് വേദനയുണ്ടോ? എനിക്ക് വേദനയൊന്നുമില്ല. പിന്നെ എന്നാ വിഷയം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാനിവിടെ ഡൊമിനിക്കച്ചൻ്റെ ആരാധന മൊബൈലിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു പ്രകാശം എൻ്റെ മേൽ വന്നു. യേശു അതിൻ്റെ അകത്ത് നിന്ന് എന്നെ കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു നടന്നു പോയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ മരണത്തോടനുബന്ധിച്ച് ഒത്തിരി ദർശനങ്ങൾ കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരുന്നു. കാരണം തലേദിവസം വൈകിട്ട് ഞാൻ കൊന്തയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ കല്ലറ കിടക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ മോള് ജലന്ധറിലുണ്ട്. അവള് വെളുപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു, അലങ്കരിച്ച ഒരു കല്ലറയിലാണ് അവൻ കിടക്കുന്ന കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് സകലമെന്ന് പറയുന്നത് ഒരാള് നിലന്തറിലും ഒരാള് ഞാനിങ്ങനെ ആന്റണി പയ്യമ്പള്ളി അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അവനെ കൂട്ടിരാൻ പറഞ്ഞു. ഞങ്ങൾ ഈ ആരാധന കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ ആരാധന കഴിഞ്ഞ് അവനെ കയറ്റി അവിടെ ആൾക്കാരെ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ തൂട്ടിട്ടോർന്ന പറഞ്ഞു, ഇവനെ ആരോ തൂട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവന് വിടുതൽ കിട്ടിക്കോളൂ, ഇത്രയും അച്ഛൻ പറഞ്ഞു. ഇവന് മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവൻ സ്വർഗം തുറന്നാവും മരിച്ചെന്ന് പറഞ്ഞു. അവനെ ദൈവം എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. ആ ഒരു വേർപാടിനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? നമുക്ക് പിന്നെ ദുഃഖമുണ്ട്. ഒരു ജീവൻ നമുക്ക് ആ ഏക ആശ്രയം ഉണ്ടായിരുന്നവൻ ഈ ലോകത്തിലുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടത് നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി ധ്യാനഗുരുക്കന്മാരെ വിളിക്കുമ്പോഴും എൻ്റെ കൂടെ കൗൺസിലിംഗ് നടത്തിയിട്ടുള്ളവരെ വിളിക്കുമ്പോഴും അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ദൈവം അവനെ തിരഞ്ഞെടുത്ത ഒരു രോഗമാണെന്ന് പറഞ്ഞു. അവനെ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു രോഗമാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു സംഭവത്തിന് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു നിരാശ ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? മരണത്തെ കുറിച്ച് ഉണ്ടാവും. അതല്ല ഞാൻ ചോദിച്ചത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ
അത് കഴിഞ്ഞ് പിന്നെ 41 കഴിഞ്ഞൊരു കുരിശുരൂപം എൻ്റെ നേരെ കുറച്ച് കാലങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു കുരിശുരൂപം. ഞാനത് മേടിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് 41 വെഞ്ചരിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ മിക്കവാറും വെളുപ്പനെ അതിൻ്റെ അകത്താണ് കരണക്കൊന്തയും ജപമാലയും കുറേ സമയം സ്തുതിക്കും, രോഗികൾക്കും ദുഃഖിതർക്കും വേണ്ടി സ്തുതിക്കും. എന്നിട്ട് വൈകുന്നേരം ഇവിടെ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ നടക്കുന്ന വഴിക്ക് ഏറ്റവും കൂടുതൽ വചന ഗീതങ്ങളുമായിട്ട് ഇങ്ങനെ പോകും. നമ്മൾ പണിയെടുക്കും. നമുക്ക് മേലെ ഒത്തിരി രോഗങ്ങൾ തന്നെ ഉണ്ട്. ആനയുടെ മേലും അച്ഛൻ പറഞ്ഞ നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ നിന്റെ കൂടെ ഉണ്ടെന്ന് അച്ഛൻ പറയുന്നു. ഈ ധൈര്യമായിട്ടുണ്ടെന്ന് രോഗമൊന്നും വിഷയമല്ലെന്ന് പറഞ്ഞു. ചേച്ചിയുടെ നിങ്ങൾ 8 സഹോദരിമാരായിരുന്നു പറഞ്ഞു അല്ലേ? ഈ 8 സഹോദരിമാരും തമ്മിൽ നല്ലൊരു ഐക്യമാണ്. അതാണ് ഞങ്ങളുടെ ഒരു വിജയം. ഇത് ഞാൻ നേരത്തെ കണ്ട ഒരു കാര്യമാണ്. അത് പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കുന്നത്. അത് ആ ദിവസങ്ങളിലൂടെ വളരെ പ്രകടമായിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു വലിയൊരു ആത്മബന്ധമുണ്ട്. അത് നമ്മളെ അത് വിസ്മയിപ്പിക്കുന്നതാണ്. ചേച്ചിമാരും ചേട്ടന്മാരും പിള്ളേരുമായിട്ട്. നിങ്ങൾ മൊത്തം എത്ര പേരാ? ഞങ്ങൾ 8 പേര്. ഇപ്പൊ 7 പേരുണ്ട്. 7 പേര്. ഇവിടുത്തെ മോനെ ഇപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ഒരു അനുഭവം എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ അവിവാഹിതനാണ്. എനിക്ക് മക്കൾ അങ്ങനത്തെ ഇല്ല. പക്ഷെ മകൻ എന്ന് പറയുന്ന ഒരു രോഗി, അവന് ഗുരുതരമായ അവസ്ഥയിലെ രോഗാവസ്ഥ മുന്നോട്ട് പോകുന്നു. അവൻ്റെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ഓടി നടക്കേണ്ടത് അമ്മയാണ്. നല്ല പൊക്കമുള്ള മകൻ, നല്ല ആരോഗ്യമുള്ള സ്റ്റൗട്ടായിട്ടുള്ളൊരു മോൻ, എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ എളുപ്പമല്ല. അതിനിടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് ലൂർദ് മാതാ കെയറിനെ കുറിച്ച് ചിന്തിക്കാൻ കാരണമാണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് അവിടെ വരുമ്പോൾ ഇവനെ തന്നെ കൊണ്ടുവരുന്ന ഒത്തിരിയേറെ ഭാരപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടേക്ക് വേണമെങ്കിൽ പലവ്യഞ്ജനമായോ പച്ചക്കറിയായോ ഇവിടെ നിന്ന് എന്തെങ്കിലും ഇട്ടതായിട്ട് അല്ല, അങ്ങനെ ഒരാൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതിനെന്തോ ഒരു വലിയ വില കൊടുക്കുന്നുണ്ടല്ലേ? എനിക്കത് ഏറ്റവും വലിയ ഞാൻ അന്നും പറയണം, ഇന്നും ഞാൻ എല്ലാ മനുഷ്യരോടും പറയും, എല്ലാം അറിയാവുന്നവരോടൊക്കെ പറയും, എൻ്റെ ഒരു വീട് എന്നാന്ന് പറയുന്നത്, എൻ്റെ സ്വന്തം വീട്, എൻ്റെ ഒരു സഹോദരി. എനിക്ക് ഇതുപോലെ എൻ്റെ സ്വന്തം വീട്ടിൽ എനിക്ക് ഇതുപോലെ ഉണ്ടായിട്ടില്ല. എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ അവിടെ 6 മാസം താമസിച്ചാലും ഞങ്ങൾ വേറെ വല്ലോടും ആയിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശ്രയം ഉണ്ടായിരുന്നു. ഇത് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു കുറവുകളോ ഒന്നും വന്നിട്ടില്ല. ഭക്ഷണത്തിന്റെ അച്ഛനെ കൊണ്ടായാലും എനിക്ക് നല്ല ഇത് സിസ്റ്റർമാരായാലും എല്ലാവരുമായിട്ട് എനിക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. നമ്മുടെ ഒരു സ്ഥാപനമാകുമ്പോൾ സ്ഥാപനത്തിന്റെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടത്, പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആത്മീയ കാര്യങ്ങൾ, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ താമസം, അവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചേച്ചിക്കോ എന്തെങ്കിലും ഒരു അതൃപ്തി ഏതെങ്കിലും വന്നിട്ടില്ല? എനിക്ക് ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല. ഇത് ഞാൻ അവിടുന്ന് പോരുന്നോണം വരെ എനിക്ക് അവിടെ വരുന്നൊരു ആഗ്രഹമുണ്ട്. സാഹചര്യം കൊണ്ടാണ് എന്നെ ജിജി വിളിച്ചായിരുന്നു. ജിജി വിളിക്കും, ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വരണമെന്നില്ല, പ്രാർത്ഥിച്ചാ മതി. വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലൂർദ് മാതാ കെയറിലെ കണ്ടുവരുന്ന ഒരു ജീവിത ശൈലി കൂടി ഈ സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുക്കം പേര് അവിടെ വന്ന് താമസിച്ച് പിന്നീട് അവർ മരണപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ അങ്ങനെ വിവിധ പ്രായത്തിലുള്ളവർ ഒരു 15-ൽ താഴെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ 15-ലധികം പേര് എനിക്ക് തോന്നുന്നു. പക്ഷെ ബാക്കി എല്ലാവരും 100 കണക്കിന് ആളുകൾ അതിനെ അതിജീവിച്ച്, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ. 5 വയസ്സിൽ താഴെയുള്ള 2 കുഞ്ഞുങ്ങളാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ മരണമടഞ്ഞിരിക്കുന്നത്. 15 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള 3 പേരാണ് മരണമടഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോ പ്രായവിഭാഗത്തിലും ഉള്ള മരണമടഞ്ഞാലും ഇല്ലെങ്കിലും ഈ കടന്നു വന്നിരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് അവർ സൗഖ്യം പ്രാപിച്ച രോഗികളുമായും അല്ലാതെ തനിച്ചും പിന്നീട് അവർ ഈ ഭവനത്തിൽ വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പറയും, ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കാൻ വേണ്ടി വന്നതാണ്, ഇത് ഞങ്ങളുടെ മോൻ വസിച്ച വീടാണ്, ഞങ്ങൾക്കിവിടെ അല്പനേരം ഇരിക്കണം, അവളുടെ മോളുടെ അല്ലെങ്കിൽ ഇവിടെ പാദങ്ങൾ പതിഞ്ഞ സ്ഥലമാണ്, ഇത് ദേവാലയമാണ്, പള്ളിയാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലൂസി ചേച്ചി ഞാൻ അവിടെ വരണമെന്ന് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും അതുപോലെ ഒരു പറച്ചിലാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഞങ്ങളുടെ മകൻ സാഹചര്യം കൊണ്ടും പിന്നെ അവിടെ വന്ന് വേണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിശ്ചിത ദിവസങ്ങൾ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ആരോഗ്യം പോലെ. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ, സ്വാതന്ത്ര്യമുണ്ട്. ഈ അടുത്ത ഇടയിൽ
ഒരു ആള് അവിടെ വന്നിട്ട് ആളിൻ്റെ ഭാര്യ മരണമടഞ്ഞിരുന്നു. ഏതാണ്ട് 3 മാസത്തോളം അതീവ ഗുരുതരാവസ്ഥ, 4th സ്റ്റേജ് ഹൈ ഗ്രേഡിലാണ് ഭാര്യയും കൊണ്ടുവരുന്നത്. പക്ഷേ ഭാര്യ അവിടെ മരണമടഞ്ഞു RCCയിൽ വെച്ച്. അതിനുശേഷം മൃതദേഹം വീട്ടിൽ കൊണ്ടുപോകുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്തു. 1 മാസം എത്തുന്നതിന് മുമ്പ് ആ ജീവിത പങ്കാളി അദ്ദേഹം ലൂർദ് മാതാ കെയറിലെ ഏതാണ്ട് 1.5-2 മണിക്കൂറോളം വന്ന് ചെലവഴിക്കുക, ആ ചുറ്റുപാടുകളിലൂടെ എല്ലാം നടക്കുക, അനുവാദത്തോടെ അച്ഛാ ഞാനിവിടെ ഇതുവഴി നടന്നോട്ടെ, എൻ്റെ ഭാര്യയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരർത്ഥത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ വസിക്കാൻ പറ്റിയത് എന്ന് പറയുകയുണ്ടായി. ആ ഒരു അനുഭവം തന്നെയാണോ ചേച്ചിക്കുള്ളത്? ഇത് തന്നെ, അത് തന്നെ. ഞാൻ ഇപ്പോഴും പറയും, ഏത് ഉറക്കത്തിൽ കണ്ണടച്ച് ഞാനാ പറയും, കണ്ണടച്ച് ഉറക്കമ്പാടാ ഞാൻ പറയൂടെ എല്ലാവരോടും. ഞാനിപ്പം പറഞ്ഞ് എൻ്റെ ചേച്ചിമാരോടൊക്കെ പറഞ്ഞ്, എൻ്റെ അത്യാവശ്യം കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കണ്ടപ്പം ഇങ്ങനെ ലൂർദ് മാതാ കെയറിൽ വരുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട്, എന്നാ വന്നോന്നോട് ചേച്ചിമാരൊക്കെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ എല്ലാവരും ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് അച്ഛനായിട്ട് ഇച്ചിരി ഇതുള്ള അടുത്തൊക്കെ ഒന്ന് കയറി ലാസ്റ്റ് ഇവിടെയാ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ മുത്തോലി അല്ലേ, മുത്തോലിലൊരു വീട്ടിലാന്ന് പറഞ്ഞു. പുലിയന്നൂര് അല്ലേ? കഴിഞ്ഞ മാസം തെരേസമ്മ വന്ന് പിന്നെ ലിബിന്റെ കല്ലറ പോണെന്ന് പറഞ്ഞു. അവിടെ എനിക്ക് സിസ്റ്ററിന്റെ വേറെ നമ്മുടെ ഞാനവിടെ ഉണ്ടായിരുന്നപ്പം വന്ന് ഇപ്പം അവര് നേർപ്പാറയിലുണ്ടല്ലോ വേറെ സിസ്റ്ററും കൂടെ കൂടി ഇവിടെ വരാൻ വേണ്ടി മറ്റേ സിസ്റ്ററിന് വയ്യാതെ ആയതുകൊണ്ട് എൻ്റെ തെരേസമ്മയെ ഞങ്ങൾ വിളിച്ചു. ഞാനവിടെ ചെന്ന് കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. കല്ലറയിൽ പ്രാർത്ഥിക്കുന്ന മായയുടെ വീഡിയോ കോൾ ചെയ്ത് ജിജിയായിട്ട് അങ്ങനെ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. സ്നേഹവീട് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ലൂർദ് മാതാ കെയറിൽ താമസിച്ചിട്ടുള്ള രോഗികളുടെ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഇടയിൽ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവർ തന്നെ രൂപപ്പെടുത്തിയതാണ്. ലൂർദ് മാതാ കെയറിന് നേരിട്ട് അതുമായി യാതൊരു ബന്ധമൊന്നുമില്ല. പക്ഷെ അവർ തന്നെയാണ് അതിന് കൊടുത്തിരിക്കുന്ന പേര് സ്നേഹവീട്. സ്നേഹവീട്ടിൽ ഒത്തിരിയേറെ വിശേഷങ്ങൾ നടക്കാറുണ്ട്. അവരിപ്പോഴും അവിടെ താമസിച്ചിരുന്ന, ചികിത്സ നേടിയിരുന്ന, സുഖപ്പെട്ടവർ എല്ലാം ഉൾപ്പെടെ വളരെ നല്ല ആരോഗ്യപരമായ ബന്ധം ഈ രാത്രി വരെയും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ലൂർദ് മാതാ കെയറിലെ മറ്റൊരു അത്ഭുതമാണ്. വിവിധ മതവിഭാഗത്തിലുള്ളവർ, വിവിധ പ്രായത്തിലുള്ളവർ അതേറ്റവും നല്ല സഭ്യമായും മര്യാദയോടും പക്വതയോടും കൂടി അവർ ആ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്നു.